ഇന്ന് അപ്രതീക്ഷിതമായ സൂചിയായിട്ട് നല്ലൊരു കരിങ്കോഴി കിട്ടി. കരിങ്കോഴി വെച്ചാൽ കരിഞ്ഞിരിക്കുമെന്നുള്ള സംശയമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ ദേ കോഴി നല്ലോണം കഴുകി വൃത്തിയാക്കി വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഒരു ഷാലോ ഫ്രൈ മതി, ഭയങ്കരമായിട്ട് മൊരിയിച്ചൊന്നും എടുക്കണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനത് വറുത്തെടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് വറുത്തെടുത്തത്. അപ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഒരു തക്കാളി മസ്റ്റായിട്ട് വേണം കേട്ടോ. എന്നാലും അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചധികം തന്നെ വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ഇടാം. നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കരിങ്കോഴി എന്ന് പറയുന്ന ആരും അവഗണിക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ സാധാ കോഴിയിലും ടേസ്റ്റാണ്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു വറുത്ത ചിക്കൻ ഇട്ടിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കണം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. എന്നിട്ടൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കോഴിക്ക് റെഡി.